ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ തിരുവനന്തപുരം വരെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പം നമ്മൾ രാവിലെ ഒരു 6:30 ആ ഒരു സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കൂടെ മക്കൾ 3 പേരുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇതിപ്പോൾ കൊല്ലം ബൈപ്പാസാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കി, ഇവർ രണ്ടുപേരും ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. നമ്മളന്നേരം പോയ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഒന്ന് ലുലുവിലൂടെ കയറിയതിന് ശേഷം നമുക്കിങ്ങ് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലുലുവിൽ ഒന്ന് കയറാനായിട്ട് പോകുവാണേ. ഇതിപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു 2-3 തവണ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലുലു മാളിലൊക്കെ ഒന്ന് കയറിയിട്ടാണ് കേട്ടോ പോകാറുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് പോയിട്ടുള്ള ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവരിങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലുലു എത്തി. ഇനിയിപ്പോൾ നമുക്ക് കാറൊന്ന് പാർക്ക് ചെയ്യണം. അപ്പം പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അങ്ങ് അകത്തോട്ടങ്ങ് പോവുകയാണേ. അങ്ങനെ നമ്മൾ എസ്കലേറ്ററിൽ കയറാനുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എസ്കലേറ്ററിലൊക്കെ കയറി അങ്ങനെ മുകളിൽ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണുക. എന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഒന്ന് വാങ്ങണമെന്നോ അങ്ങനെയുള്ള ആ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് കയറുക, കുട്ടികളൊക്കെ ആയിട്ടൊന്ന് കയറുക, ഒന്ന് കാണുക, എന്നിട്ട് അങ്ങ് ഇറങ്ങുക എന്നുള്ള ആ ഒരു പ്ലാനിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇവരിങ്ങനെ കിടന്ന് ഓടിക്കളിക്കുകയാണ് കേട്ടോ. ഇവരുടെ ആ ഒരു ഇതിൽ അവരിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, മുന്നോട്ടിങ്ങനെ നടന്നിട്ട്. അപ്പം കുറേ സായിപ്പും മദാമ്മയും അവരെയൊക്കെ കണ്ടിട്ട് അവർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരോടൊക്കെ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ച് ഹായ് ഒക്കെ പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ ഇവരെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലുലുവിൻ്റെ തന്നെ ഒരു സീസൺ സെയിലാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം ലോ ബഡ്ജറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെറുത്തായിട്ട് തോന്നി കേട്ടോ. നല്ല കുർത്തീസിൻ്റെയൊക്കെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. നമ്മൾ വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കുന്നതിൽ അതൊക്കെ നമുക്ക് നല്ല താല്പര്യമുള്ള കാര്യങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഇതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ സാരികളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരുന്നു സാരികളൊക്കെ. ഇതിപ്പം ഒരു ഓഫർ സെയിലാണല്ലോ. അന്നേരം അത്യാവശ്യം നല്ല ലോ ബഡ്ജറ്റിൽ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ചന്തേരി സിൽക്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. സാരികളുടെ തന്നെ ഒരു വിവിധതരം കളക്ഷൻസ് ഞാൻ കണ്ടു. അത്യാവശ്യം നല്ല കളക്ഷനായിരുന്നു കേട്ടോ. 395 ആ റേറ്റിനൊക്കെയുള്ള സാരികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ തൊട്ടിപ്പുറത്തടി നൈക്കയുടെ കുറേ പ്രോഡക്റ്റുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, അങ്ങനെ അതൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. ഇവിടെ ഒരു ലിപ്സ്റ്റിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ വാങ്ങിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവളിങ്ങനെ എടുത്തിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ പെർഫ്യൂമിൻ്റെ ഒരു കുറച്ച് കളക്ഷൻസ് ഉള്ള ഒരു കടയുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി. അവിടെ ഫേസ് വാഷ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, മോയ്സ്ചറൈസിങ് ക്രീമുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റാർട്ടിങ് പെർഫ്യൂം 1000 ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അത് കുറച്ച് പ്രൈസ് കൂടുതലാണെന്ന് നമുക്ക് തോന്നി കേട്ടോ. 1000 തൊട്ടാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് അതൊക്കെ നോക്കി. പിന്നെ ഇതിപ്പോൾ കുറേ ആൻറ്റി കളക്ഷൻസിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പുതുതായിട്ട് വീടൊക്കെ വെക്കുന്നവർക്കൊക്കെ പറ്റിയ അടിപൊളി ഡെക്കോർ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. അതൊക്കെ ഒന്ന് കുറേ നേരം കണ്ടിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവിടെ ഒരുപാട് കളക്ഷൻ. നമുക്ക് ഇത് മെയിനായിട്ട് ഫോറിനേഴ്സിനെയൊക്കെ അവർ ഈ നമ്മുടെ കേരളത്തിൽ വരുന്ന സമയത്ത് അവർക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവർ വന്നെന്നുള്ളതിൻ്റെ ആ ഒരു ഇതിൽ വാങ്ങുമല്ലോ. അങ്ങനെ കുറേ ഫോറിനേഴ്സിനെ ഞാൻ ഈ കടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുറേ ഐറ്റംസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനായിരുന്നു കേട്ടോ. അന്നേരം അവർക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു ടച്ച് ഒക്കെ വരുന്ന നല്ല അടിപൊളി ഫ്രെയിം കാര്യങ്ങൾ, പിന്നെ ഡെക്കോർ ഐറ്റംസ് അതൊക്കെ. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ കൂടുതൽ താല്പര്യം മോൾക്കാണ് കേട്ടോ. അവളിങ്ങനെ ഓരോന്നും ഇങ്ങനെ വാച്ച് ചെയ്ത് പോരും. നമുക്ക് അതെടുക്കാം ഇതെടുക്കാം. പക്ഷേ അത്യാവശ്യം നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളൊന്നും എടുക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു. ഇവളിങ്ങനെ എല്ലാം എടുത്തിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ ഇങ്ങനെ ഇടുന്ന ടൈപ്പ്
പിന്നെ നല്ല അടിപൊളി ബാസ്ക്കറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടൊക്കെ ടൈപ്പ് ബാസ്ക്കറ്റില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ നല്ല ഡെക്കോറായിട്ട് നമുക്ക് ലിവിങ്ങിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ഐറ്റം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മളൊന്നും വാങ്ങിയില്ല. പണ്ടത്തെ ആ ഒരു നമ്മൾ ആഭരണങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു പെട്ടി, അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണല്ലേ കാണുമ്പം തന്നെ നമുക്ക്. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടൊന്ന് കയറി. ജസ്റ്റ് നമ്മളൊന്ന് കയറി, വലുതായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ ആദ്യം തന്നെ ഇവർക്ക് ബുക്കുകളുടെ കളക്ഷൻ, ഇവർക്ക് അതൊക്കെയാണ് കേട്ടോ നോട്ടം. അങ്ങനെ അവർ ബുക്ക് കാര്യങ്ങൾ നമ്മളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് അവരെ അവിടെ തന്നെ അങ്ങ് വെപ്പിച്ച് കേട്ടോ അവരെ കൊണ്ട്. എന്നിട്ട് നല്ല അടിപൊളി നോൺ സ്റ്റിക്ക് പാന്, അതിൻ്റെയൊക്കെ നല്ല അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി സ്പൂണ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ അടിപൊളി ഡിന്നർ സെറ്റുകൾ, അതിൻ്റെ അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി, എല്ലാം ഇങ്ങനെ നോക്കി പോവുകയാണ് കേട്ടോ. ഒന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ കയറിയപ്പം ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങ് പോവുകയാണ്. ഇവിടെ നമ്മൾ റിച്ചൂട്ടനാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ആൾ പോസ് ചെയ്തതാണ് കേട്ടോ കണ്ടത്. പിന്നെ നല്ല അടിപൊളി ബോട്ടിലുകൾ, ഇതൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല ബോട്ടിലുകൾ. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് കേട്ടോ. അങ്ങനെ ആപ്പിളും പിന്നെ നമ്മൾ അതൊക്കെ എടുത്തു. പിന്നെ ഇവളെന്തോ കുക്കീസോ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത്. പിന്നെ ഒരു കച്ചപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ.